ഹലോ, വെൽക്കം ബാക്ക് ടു ദി കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ആട്ടിൻ സൂപ്പാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്കിതെങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം നോക്കാം. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ നമുക്ക് ഈ ആട്ടിൻ സൂപ്പ് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആട്ടിൻ സൂപ്പിന് വേണ്ട ചേരുവകൾ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ചതച്ച ഇഞ്ചി, കുരുമുളക്, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഒരു പട്ട, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഒന്ന് ചതച്ചത്, ജീരകം, മസാല. തന്നെ ഞാൻ ഇവിടെ ഒരു 10-15 ചെറുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും പൊട്ടറ്റും കൂടി ആഡ് ചെയ്യുവാണേ. ാനുള്ള മട്ടണിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചെറിയ രീതിയിൽ ഞാനൊരു റെഡ് ചില്ലി പൗഡറോട് ആഡ് ചെയ്തിട്ടുണ്ട്. കുക്കർ എടുക്കുക, അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസിലോട്ട് ഇടുവാണ്. നമ്മുടെ മട്ടൺ ഇതിലോട്ട് ഇടുവാണ്. സൂപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൺ നമ്മൾ ഈ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചതച്ച ചെറുള്ളി ഇടുവാണ് കേട്ടോ. അതുപോലെ പൊട്ടറ്റോ ആഡ് ചെയ്യാണ്. അതുപോലെ ക്യാരറ്റ് ആഡ് ചെയ്യാണ്. ഇവിടെ ആട്ടിൻ സൂപ്പിന് ഇടാനുള്ള ചതച്ച ഇഞ്ചി എടുക്കുവാണേ. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്, ചതച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അത് ഇതിലോട്ട് ആഡ് ചെയ്യാണ് കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇടുവാണ് കേട്ടോ. ഞാനിവിടെ 5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്, അത് ആഡ് ചെയ്യുവാണേ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുവാണ് കേട്ടോ. കാൽ ടീസ്പൂൺ ജീരകം, പച്ചമുളക് ഒരെണ്ണം എടുത്ത് ഞാൻ ചതച്ച് വെച്ചേക്കുവാണ് കേട്ടോ, അതും കൂടെ ആഡ് ചെയ്യുവാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ മസാലയും കൂടെ ആഡ് ചെയ്യുവാണ് കേട്ടോ. ചെറിയ അളവിൽ ഞാൻ മസാല എടുത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളക് ഞാൻ ചതയ്ക്കുന്നില്ല ഇവിടെ, മുഴുവൻ ഇടുവാണ് കേട്ടോ. ചതയ്ക്കാതെ മുഴുവൻ ഇടുവാണ്. കുരുമുളകും പട്ടയും ഒരു ഏലക്കയോടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ചെറിയ രീതിയിൽ കുറച്ച് ഇട്ടാൽ മതി. കാരണം ഞാൻ ഓൾറെഡി മട്ടൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ തോതിൽ മാത്രമേ ഞാൻ ഇതിനകത്ത് ഇടുന്നുള്ളൂ കേട്ടോ. ഇതിന് ചേർക്കുന്ന 4 കപ്പ് വെള്ളമാണ് ഈ സൂപ്പിന് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിയിലയും കൂടെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ നമ്മുടെ ഈ മിക്സിനോടൊപ്പം ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുവാണേ. അപ്പോൾ ഇത് റെഡിയായതിനു ശേഷം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഏകദേശമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൂപ്പിൻ്റെ ലാസ്റ്റ് ഘട്ടമാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമുക്ക് ആ ബട്ടറിലോട്ട് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചതച്ച ഉള്ളിയും കൂടി ഇട്ട്
ഒന്ന് വഴറ്റിയെടുക്കുവാണ് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വേറെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സൂപ്പ്. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണേ. ഹലോ ഗൈസ്, ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ നെക്സ്റ്റ് കാണാം. ബൈ.